ചില സമുദായങ്ങളുടെ കുത്തകയാണ്. അത് സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്ന് വേറെ വല്ല ജില്ലയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ പോയി നിങ്ങൾ കോട്ടയത്തിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ, കോട്ടയത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഫുള്ള് നമ്മുടെ മാപ്പിളാരുടെ ഭരണമാണ്. മുസ്ലിങ്ങളാണ്. മിക്കവാറും നിങ്ങളുടെ തുണിയൊക്കെ പൊക്കി നോക്കും. നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണോ ഇപ്പോൾ കോട്ടയത്തിലേക്ക് കയറി വന്നിട്ടെന്ന് അറിയാൻ തുണിയൊക്കെ പൊക്കി നോക്കും. ആണുങ്ങളാട്ടോ. എന്നിട്ട് തലപ്പത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിലപ്പോൾ പരിശോധിച്ച് കളയും. അങ്ങനെ അവിടെ മുഴുവൻ മുസ്ലിങ്ങളെ ഭരണമാണ്. അവിടെ മറ്റുള്ള ആളുകൾക്കൊന്നും ജീവിക്കാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇത് പറയുന്നത് ഞാനല്ലത് പറഞ്ഞത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ്. ഞാനൊക്കെ വിചാരിച്ചത് നമ്മുടെ ശശികലയും ആ ഒരു മധുവൊക്കെയാണ് നല്ല സംഘികളും സംഘിണികളും. ഇത്രയ്ക്ക് ഭംഗിയായിട്ട് തീവ്രവാദ വർത്താനൊക്കെ പറയുക ഈ സംഘികൾ മാത്രമെന്നാണ്. അല്ല സുഹൃത്തുക്കളെ, SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അസല് സംഘി വർത്തമാനെ ഒന്ന് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കും, കോട്ടയം എടുത്താൽ ചില സമുദായങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതല്ല ഞങ്ങളുണ്ടെന്ന് പറയാൻ മറിച്ച് ഹരില്ല. മനസ്സിലായില്ലേ? അവര് ഞങ്ങളാണ് ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ ഞങ്ങൾ ഉണ്ടാ എന്ന് പറഞ്ഞ് തല്ലുടാൻ ചെല്ലാൻ ഇവിടെ വേറെ ആരില്ല. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്തായാലും കോട്ടയത്തിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ മുസ്ലിങ്ങളൊക്കെ തന്നെ ഇതിന് ഉത്തരം പറയണത്, അല്ലെങ്കിൽ കോട്ടയത്തെ മനുഷ്യന്മാരാണ് ഇതിന് ഉത്തരം പറയുന്നത്. മുസ്ലിങ്ങളല്ല, മനുഷ്യന്മാരെ ഇതിന് ഉത്തരം പറയുന്നത്. ഇമ്മാതിരി വല്ല പരിപാടി അവിടെ നടക്കുന്നുണ്ടോ? അല്ല, നമ്മളവിടെ എത്താത്തോണ്ടാണ്, നമ്മളെ ജീവിക്കാത്തോണ്ടാണ്. വന്ന് കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി. ആ പ്രത്യേക ശക്തി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. കോട്ടയത്തിന്റെ ആധിപത്യം പ്രത്യേക ശക്തിയായിട്ട് മുസ്ലിങ്ങൾ കൈയടക്കിയിരിക്കുന്നു. അവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ മുസ്ലിങ്ങളാണ് കച്ചവടത്തിലൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അവിടുത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അവിടെ ഹിന്ദുക്കൾക്കൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഇത്രയ്ക്ക് വർഗീയ വർത്തമാനം. ഇവര് മലപ്പുറത്ത് വന്നിട്ട് ചെറുതായിട്ട് ചില വർഗീയതൊക്കെ ഉണ്ടാക്കാൻ നോക്കി കേട്ടോ. മലപ്പുറത്ത് ശ്വാസം വിടാൻ പോലും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നടക്കൂല എന്നാ പറയുന്നത്. ഞാനടക്കം ഈ ഹിന്ദു എന്ന് പറയുന്ന സഹോദരന്മാരിൽ പെട്ട ഒരാളാണ്. അതിൽ പറന്നുപോയ ഒരാളാണ് ഞാൻ. മലപ്പുറത്താണ് ജീവിക്കുന്ന സുഹൃത്തുക്കളെ. എനിക്കിതുവരെ ശ്വാസം വലിക്കാനോ ശ്വാസം വിടാനോ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ വെള്ളാപ്പള്ളി മലപ്പുറത്ത് വന്ന് പറയുകയാണ്, ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി ചെറുതായിട്ട് ശ്വാസം കൊടുക്കാമെന്ന, പക്ഷെ ഇത് മലപ്പുറം ജില്ല ആയതുകൊണ്ട് അതാണ്ട് AC-യിലാണ്. കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിലത്തെ ഹിന്ദുക്കൾക്ക് അറിയാം ഇവിടെ എത്രത്തോളം മാന്യമായിട്ടാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നതെന്നും, എത്രത്തോളം മാന്യമായിട്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്നും, എത്രത്തോളം സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മുന്നോട്ട് പോകുന്നതെന്നും കൃത്യമായിട്ടും മലപ്പുറത്തെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ അന്നത്തെ ആ ഒരു അരി അത്ര അങ്ങോട്ട് വെന്തില്ല. ഇപ്പോ കോട്ടയത്താണ് ഇപ്പൊ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. ബാക്കിയേക്കാം. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, കോട്ടയത്ത് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അത് ചോദ്യമാണ്. SNDP നമ്മുടെ തീയർക്ക്, നമ്മുടെ ഈഴവർക്ക് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയാണ്. ഇനിയിപ്പോ ഇയാൾക്ക് അവിടെ കൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് ഗവൺമെന്റിന് പകരം ഇയാൾക്ക് ആളുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അങ്ങനെ അപ്പോയിന്റ്മെന്റ് അധ്യാപകരെ മറ്റൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ലക്ഷങ്ങൾ ഇയാൾക്ക് വാങ്ങിച്ച് കുടുംബത്ത് വെക്കണം. എത്ര ലക്ഷങ്ങളാവും ഈ ചങ്ങാതി വാങ്ങിച്ച് കുടുംബത്ത് വെക്കുന്നുണ്ടായിരിക്കുക. ഇയാൾ പറയുന്നത് അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൂ എന്നുള്ളതാണ്. ഇത്ര വിഷമമുള്ള ഈ ഒരു ചങ്ങാതി ഇയാളുടെ SNDP സ്കൂളുകളിൽ ഒരു അധ്യാപകന് നിയമം വരുമ്പോൾ എപ്പോഴെങ്കിലും ഇയാളെ സ്വന്തം സമുദായത്തിൽപ്പെട്ട തീയ സമുദായത്തിൽ മാത്രം പെട്ട, അല്ലെങ്കിൽ SNDPക്കാര് അംഗീകരിക്കുന്ന സമുദായത്തിൽ മാത്രം പെട്ട ആളുകളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും അവരിന്ന് പൈസ വാങ്ങിക്കാതെ വലിയ സമുദായ സ്നേഹം പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടേ? നമ്മുടെ സ്വന്തം ജാതിയാണോ, അവൻ്റെ ഇത് പൈസ വാങ്ങിക്കണ്ട. നമ്മളെ ഏകദേശം ഒരേ SNDPക്കാരാണ്, അതുകൊണ്ട് SNDP യോഗത്തിലുള്ള ഒരാളാണ്, കരയോഗത്തിലുള്ള ഒരാളാണ്, അതുകൊണ്ട് പൈസ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശ താങ്കൾ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ? എന്തായാലും അതേ ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നത് നമ്മുടെ സ്മൃതി പരുത്തിക്കാട്ടാണ്. ഒന്ന് കേട്ടോക്കൂ. എന്താണ് സംഭവം? എന്താ കുഴപ്പമെന്നാന്നേ? വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം? വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാതെ കയറാൻ പറ്റും? ആർക്കെങ്കിലും ഈഴവർക്കാണല്ലോ, ഈഴവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൗജന്യമായ ജോലി കൊടുക്കുന്നുണ്ട്? വളരെ കൃത്യമായിട്ടുള്ളത്. SNDP വെള്ളാപ്പള്ളിയുടെ ആ ഒരു നടേശൻ ചേട്ടൻ ഇനി അത് തീർച്ചയായിട്ടും പുറത്തു വിടണം.
എത്ര പേർക്ക് പണം വാങ്ങിക്കാതെ, 5 പൈസ വാങ്ങിക്കാതെ എത്ര ഈഴവർക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങൾ അധ്യാപക നിയമനം വരുന്ന സമയത്ത് എത്ര പേർക്ക് നിങ്ങളവിടെ 5 പൈസ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് നിയമനം നൽകിയിട്ടുണ്ട്? പുറത്തുവിടുന്നേ നിങ്ങളുള്ളിലുള്ള ആ ഒരു മനുഷ്യ നന്മ പുറത്തു വരട്ടെ. എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഇതിനെ എതിർക്കാൻ SNDP തന്നെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം കേട്ടോ. ഗോപാലൻ അദ്ദേഹം പറയുന്നത് കാന്തപുരത്തെ കുറ്റം പറയുന്നുണ്ട്. കാന്തപുരം മനുഷ്യ സ്നേഹത്തിന്റെ കേരള മാതൃക. അത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ കാന്തപുരം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് കാന്തപുരത്തെ ചീത്ത പറഞ്ഞപ്പോൾ ഇപ്പോ ഗോപാലൻ പറയുന്നത് കാന്തപുരം മനുഷ്യ സ്നേഹത്തിന്റെ കേരള മാതൃക. അവഹേളിക്കാനുള്ള ശ്രമം മത സൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളി. ഇങ്ങനെയാണ് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മനുഷ്യ സ്നേഹത്തിന്റെയും കേരള മാതൃകയാണ്. ജാതിക്കും മതത്തിനപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനം രാജ്യത്തിന് തന്നെ ആശ്വാസം പകർന്നിട്ടുണ്ട്. കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. മതേതരവാദികൾ എല്ലാം കാന്തപുരം ചെയ്ത നല്ല കാര്യത്തിനൊപ്പമാണ് എന്ന കാര്യം തിരസ്കരിക്കരുത്. ഇത് സത്യം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനുള്ള ഒരു ഉത്തരമാണ്. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് സ്വന്തം തട്ടകൾക്ക് തന്നെ എതിരുള്ള അഭിപ്രായക്കാരുണ്ട് എന്നർത്ഥം. സുഹൃത്തുക്കളെ, ബൈ.